ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമായിരുന്നു ഇന്ന്. ആ ഒരു ദിവസം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ കഴിഞ്ഞ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരുന്നു ഈ പുണ്യമദീനത്തെത്താനുള്ളൊരു ഭാഗ്യം കിട്ടി. മക്കയിൽ നിന്ന് ഇഫ്താറും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് മദീനയിലേക്കാണ്. ലോകത്ത് നിങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ എവിടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ, പക്ഷേ അതിനേക്കാളും എത്രയോ മനോഹരമാണ് മദീന. അവിടെ ചെന്നെത്തുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്നും ഒരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരിക്കും. എല്ലാ പ്രാവശ്യവും റമദാനിൽ വരുന്ന സമയത്ത് തറാവീഹ് നിസ്കാരത്തിന് ശേഷമാണ് നമ്മൾ മദീനയിലേക്ക് വരാറുള്ളത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം നേരെ നമ്മൾ നോമ്പും തുറന്ന് നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് മദീനയിലേക്ക്. അതുകൊണ്ട് തന്നെ മദീനയിലെ ചുറ്റുപാടുള്ള ഭാഗങ്ങളിലൊക്കെ പോയി സിയാറത്ത് ചെയ്യാനും സുബ്ഹിക്ക് മുന്നോടിയായി തന്നെ മദീനയിലേക്ക് എത്താനും അവിടെ നിന്ന് തന്നെ അത്താഴം കഴിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിട്ടോ. നമ്മുടെ ബസ് എത്രയോ ദൂരമുള്ള ഭാഗത്തായിരുന്നു നിർത്തിയിരുന്നത്. പക്ഷേ ആ മിനാരങ്ങനെ കാണുമ്പോണ്ടല്ലോ, അതിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ എത്ര കിലോമീറ്ററുകൾ നടന്നാലും നമുക്ക് മതി വരാത്ത, മടുപ്പ് തോന്നാത്ത, ക്ഷീണം തോന്നാത്ത ആ മിനാരങ്ങനെ കാണുമ്പോൾ നമ്മളെ എന്തോ ആകർഷിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. രാവിലെ അങ്ങനെ ഫ്രഷ് ആകലൊക്കെ കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും ജനങ്ങളിങ്ങനെ വരി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനുള്ളതാണത് എന്നല്ലേ. നമ്മുടെ മുത്തുനബിയെ കാണാനുള്ള, അവിടെ പോയൊരു സലാം പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ആളുകളിങ്ങനെ തിരക്കി നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ രാവിലെ അങ്ങനെ ഫ്രഷ് ആകലൊക്കെ കഴിഞ്ഞ് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്രയും ജനങ്ങളിങ്ങനെ വരി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തിനുള്ളതാണത് എന്നല്ലേ. നമ്മുടെ മുത്തുനബിയെ കാണാനുള്ള, അവിടെ പോയൊരു സലാം പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ആളുകളിങ്ങനെ തിരക്കി നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അങ്ങനെ മുത്തുനബിയോട് സലാമും പറഞ്ഞ് സിയാറത്തും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങിയപ്പോഴേക്കും ജുമാക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീനിങ് ഇങ്ങനെ വളരെ ഉഷാറായിട്ട് നടന്നുകൊണ്ട്, ഈ ക്ലീനിങ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ അവരെങ്ങനെ ഒരുപാട് നേരം നോക്കി നിന്ന് പോയിട്ടോ. എത്ര ഭാഗ്യവാന്മാരല്ലേ. നമ്മുടെ പള്ളിയിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയൊരു കടലാസ് അല്ലെങ്കിൽ ഒരു കച്ചറ നീക്കുന്നത് അത് വലിയ പുണ്യമായിട്ട് കണക്കാക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ഈ മുത്തുനബിയുടെ ചാരത്ത് ആ നബിയുടെ ആ ഒരു മക്ബറ, അതേപോലെ തന്നെ ആ ഒരു പള്ളിയൊക്കെ ക്ലീൻ ചെയ്യാൻ ഇവർ കാണിക്കുന്ന മനസ്സ്, ആ ഒരു സാലറിക്കുള്ള ബർക്കത്ത് അല്ലേ, അതൊരു വല്ലാത്ത ബർക്കത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവരങ്ങനെ നോക്കി നിന്ന് പോയിട്ടോ. പിന്നെ ഒരുപാട് നേരമുള്ളത് കൊണ്ട് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു, മസ്ജിദിൻ്റെ ഉള്ളിൽ കയറി നിസ്കരിക്കാനുള്ള ഒരുക്കങ്ങളിലേക്കാണ്. മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മക്കളെ കാണുന്നത്. ഇത്രയും ജനസാഗരമായിട്ട് ഞാൻ ഇന്നേ വരെ ഞാനിവിടെ കണ്ടിട്ടില്ല കേട്ടോ. റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാവാം ഈ കിടക്കുന്ന കടൽ പോലെയുള്ള ജനങ്ങൾ. ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് നടന്നു വന്ന വഴികളിൽ
തിരിച്ച് ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഒരുപാട് ടൈം എടുത്തു കേട്ടോ. അത്രയും ജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജനങ്ങൾ. ഇത് കാണുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. ഇതുപോലെ ഇൻഷാ അല്ലാഹ് നമുക്കും നമ്മുടെ ഫാമിലിക്കും എല്ലാവർക്കും ഈ മദീനയിൽ ചെന്ന് മുത്തുനബിയോട് സലാം പറയാനുള്ള ഭാഗ്യം നമുക്ക് പടച്ചോനെ വീണ്ടും 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 തരട്ടെ. അതേപോലെ തന്നെ ഇവിടെ എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇതുവരെ എത്താത്തവർ. അവർക്കും ഒരു നോക്ക് കാണാനും ഇവിടെ വന്ന് സലാം പറയാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.